ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മതിയും ശരിക്കും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നാളികേരം ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാളികേരത്തിന് അനുസൃതമായിട്ട് നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂടുതൽ കുറവൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായ ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നാളികേരം ചെരുകിയത് അതിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ തീയിൽ ഇട്ടിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. കുറച്ച് പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളിതിനകത്ത് ഒന്ന് ചുരുക്കിയിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് ആയി വരണ വരെയൊക്കെ ഒന്ന് നമുക്കിത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യാം. ഇനി നമ്മളതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാനായിട്ട് ഇതിനെ ഒന്ന് ചുരുക്കിയിടാണ്. അപ്പോൾ അതിലേക്കുള്ള പൊടികളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ അളവാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്മിലാണ് ഇടേണ്ടത് കേട്ടോ, നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് ഇതിനനുസരിച്ച് എരിവ് കൂടുതൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിലുള്ളവർക്ക് കുറച്ചും കൂടിയും എണ്ണ വേണമെന്നുള്ളവർക്ക് ലേശം കൂടി എണ്ണ കുറച്ചും കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കണില്ല, അത്രയും മതി. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ പൊടികൾ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഒരുപാട് നേരം നമ്മളിതിനെ ചോക്ക വറക്കണ പോലെ ഒന്നും വറക്കണില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നമ്മളിതിങ്ങനെ ചെയ്യുന്നുള്ളൂ. അതിലേക്ക് പിന്നെ നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇടാം. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളിത് വറക്കുന്നില്ല, ഇതിൽ തന്നെ ചേർത്താണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ വറക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചട്ടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അത് ആദ്യമേ ചെയ്ത ശേഷം നമുക്ക് പിന്നീട് ഇതൊക്കെ ചെയ്താൽ മതി. അത് എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച ശേഷം ഇത് ചെയ്താൽ മതി. ഇത് നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ അളവ് നമുക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അധികം വെള്ളം ചേർക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം അരയ്ക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കാതെ അരഞ്ഞ ശേഷം അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അങ്ങനെ ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു മാങ്ങയാണ് എടുക്കുന്നത്. ആ മാങ്ങ തൊലി അടക്കനെയാണ് എടുത്തിരിക്കുന്നത്. തൊലി വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ. തൊലി വേണ്ടാത്തവർക്ക് അത് എടുക്കാണ്ടിരിക്കുക. പിന്നെ മാങ്ങയ്ക്ക് പകരം കോൽപ്പുളി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഈ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ചോറുണ്ണാനൊക്കെ ആയിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക്. ഈ മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ചമ്മന്തി കൂട്ടിയൊക്കെ വെച്ചിട്ട്, കറികളൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ ചമ്മന്തിയൊക്കെ കൂട്ടി ചോറുണ്ണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ കണ്ടൻറ്റുകൾ നമ്മൾ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Thanks for watching.